ആള് ചിലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പണിയിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും, എന്നാലും ഞാൻ ഒരു 10 മിനിറ്റ് മാറി ഇരുന്നിട്ട് പിന്നെ ഒന്നുമില്ലല്ലോ, കൂൾ തീർന്നു അവിടെ തീർന്നു. അത് ഞാൻ അങ്ങനെ ചെയ്യും. കറക്റ്റ് ആളെ എങ്ങനെ തപ്പി എടുത്ത്. അതാണ് ഞാനും ആക്ച്വലി ഐ റിയലി വോണ്ട് പീപ്പിൾ ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ്. സി ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് നമ്മുടെ പാർട്ട്ണറായിട്ട് മാറണം. ബിക്കോസ് ആഫ്റ്റർ പേരൻസ്, ആഫ്റ്റർ സിബ്ലിങ്സ്, ഇനി വരാൻ പോണ ഹാഫ് ലൈഫ് ഇസ് യുവർ പാർട്ട്ണർ. ഇനി ടിൽ ദ എൻഡ് വരെ അവരുടെ കൂടെ ആയിരിക്കും. ഇവരാണ്. സോ ഇറ്റ്സ് ഓക്കെ ഇഫ് ഇറ്റ്സ് ലേറ്റ്. You take time adinu vendittu and you keep making mistakes by choosing. I'm not saying people are wrong, it's just that ki nammalku pattiye correct aayittulla oru vibe chelappo ade adu bhayangara samayam edukku. Chella njan vicharikkunundu ഒരു രീതിയിലും ഞങ്ങൾ തമ്മിൽ ആ കണക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഹവ് നോൺ ഈച്ച് അതർ ഫോർ ഓൾമോസ്റ്റ് 5-6 years. ഇപ്പോൾ അത് കൂടാതെ നമ്മൾ അത്ര അടിപൊളി ഫ്രണ്ട്സ് ആണ്, ലൈക്ക് അത്ര അടിപൊളി ഫ്രണ്ട്സ് ആണ്. വി ബീൻ ഡിഫറെന്റ് പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. സോ നമ്മൾ നമ്മുടെ അത്ര പേഴ്സണലി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവന്റെ ലൈഫ് നടക്കുന്ന പ്രശ്നം നമ്മൾ അടിയും പിടിക്കുന്നുണ്ട്, ലൈക്ക് ഫ്രണ്ട്സ് തമ്മിലുള്ള അടികൾ പിണങ്ങി പിന്നെ ആ മാസങ്ങൾ സംസാരിക്കില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. ആൻഡ് ഫൈനലി ഹി ഈസ് കമ്മിങ് ബാക്ക് ടു കൊച്ചിൻ. ആ സമയത്ത് തന്നെ ഇവന്റ്സ് ഒക്കെ നടക്കണം. ഞാൻ പറയാം എന്തായാലും നീ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ എൻ്റെ കൂടെ ഇവന്റ്സിൽ വാ, എനിക്കൊരു സപ്പോർട്ടും ആകും എന്നുള്ളത്. ഞാൻ അവിടെ പോയപ്പം ഞാൻ കാണാത്ത ഒരു സദ്ദാമിനെ കാണുന്നത്. ബിക്കോസ് ഇതുവരെ നമ്മൾ എപ്പോഴും ഒന്നിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പോൾ ഹീസ് സോ ഫൺ കൈൻഡ്. ചിലപ്പോ എനിക്ക് കാണേണ്ട ഭാഗം ഞാൻ കണ്ടില്ല, the other side of him ഞാൻ കണ്ടില്ല. എപ്പോഴും കണ്ട സദ്ദാം is not the one that I saw, the fun, that chill person. ഇവിടെ വന്നപ്പോൾ he is responsible. ഞാൻ നോക്കുമ്പോഴത്തേക്ക് he is able to interact with everyone, which was very important for me because I am an extrovert person. ഞാൻ എവിടെ പോയാലും I try to like എല്ലാവരുമായിട്ട് മിങ്കിൾ ആവുന്ന ഒരാളാണ്. സോ ആ വെൽക്കമിങ് ജെസ്ചർ ഈവൻ ഉണ്ടെന്ന് കാണും, ഇത് സദ്ദു തന്നെയാണോ, ഞാൻ തന്നെ ശരിക്കും ഇവന്റിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ആ ടീമിൽ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, സദ്ദു എങ്ങനെയും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഞാനിപ്പോ എന്തായാലും ഇവിടെ വരണുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോ ഇവിടെ വിളിക്കും, സദ്ദു ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ കുറച്ച് വെറുതെ ഇരിക്കാം. ആ ടൈമിൽ ഞാൻ കുറച്ച് വെറുതെ ഇരിക്കുകയാണ്, കുറച്ച് അധികം വെറുതെ ഇരിക്കുകയാണ്. എന്നാ ഞങ്ങൾ പോയേക്കാം. അപ്പൊ ആദ്യം അവള് പറഞ്ഞ അടുത്ത്, സദ്ദു നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, നീ എൻ്റെ കൂടെ കൂടും. ഓക്കെ, അത് വേണ്ട. അത് കഴിഞ്ഞ് സദ്ദു നീ എന്റെ പാർട്ട്ണറാവും, ഇത് വർക്ക് പാർട്ട്ണർ ഞാൻ ഇട്ട് കൊടുക്കണേ ഉള്ളൂ. ഇത് വെറുതെ ആരെങ്കിലും ഒന്ന് കൂടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും വെറുതെ പ്രശ്നമാണല്ലോ. ഞാൻ പാർട്ട്ണറാക്കിട്ട് ഇവന് കാശ് കൊടുക്കാം, അതൊന്നും ചെയ്യൂല. ഞാൻ വെറുതെ പാർട്ട്ണർ ഡയലോഗിൽ ഞാൻ വീണില്ല. അതിന്റെ ശേഷം പറഞ്ഞാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ, അതിൽ ഞാൻ വീണുപോയി. ഞാൻ നോക്കിയപ്പോ ആദ്യത്തെ രണ്ടും ഏറ്റില്ല, മൂന്നാമത്തത് എന്താ കാര്യം, ഓ നമുക്ക് കിട്ടിയാലോ. അതെപ്പോഴാ പറഞ്ഞത്? അത് ബേസിക്കലി 2 മീറ്റപ്സ് കഴിഞ്ഞു. ആക്ച്വലി ആ മീറ്റപ്സിൽ ഞാൻ ജസ്റ്റ് വെറുതെ കൊണ്ടുപോയതാ കൂടെ. സോ ബട്ട് ഐ സോ ദ വേ ഹി വാസ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് വെൽക്കമിങ്. ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും. വി ഷുഡ് നോട്ട് ബി ലൈക്ക് ഒരാളെ എന്താ പറയണ, വി ആർ നോട്ട് പ്ലേയിങ് എ ഗെയിം ഹിയർ വേർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി കൊടുക്കാൻ അല്ല നിൽക്കണേ. വി വോണ്ട് അതെ, അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ ആർക്കും വേണ്ടതായി. രണ്ടാമത്തെ ഇവന്റ് ആയപ്പോഴത്തേക്കും നോബഡി ഈസ് ഈവൻ ടേക്കിംഗ് എ സെൽഫി വിത്ത് മീ. നമ്മളെപ്പോഴും ഒരു ഇവന്റ് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു സെൽഫി എടുക്കും, ഒരു ഗ്രൂപ്പ്. ഞാൻ നോക്കുമ്പോ സദ്ദു ഇങ്ങനെ ഫുൾ ഗ്രൂപ്പ്, ഈവൻ മെൻ വുമൻ എവ്രി വൺ സദ്ദു സദ്ദു സദ്ദു. ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കാ, ഞാനാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്തത്. ബട്ട് ഐ ലൈക്ക് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓക്കെ ഫൈൻ, ഇതിനിപ്പോ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ആയിട്ടുള്ളൂ വി വർ ഡ്രൈവിംഗ് ബാക്ക്. അപ്പൊ ഇവിടാണ് ഇവര് ആക്ച്വലി പറഞ്ഞത് കേട്ടോ, ഈ സീനിലാണ്. ആ സീനിൽ ഇവന്റ് കഴിഞ്ഞിട്ട് ഇവള് അന്നത്തെ ദിവസം ഇവിടെ നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് പോയി ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, സദ്ദു ഡ്രൈവില്ല, വണ്ടിയില്ല, റൊമാൻറ്റിക് ആയിട്ട് ഇവനായിട്ട് കരുതി. ഞാൻ മറ്റേ ഭയങ്കര ഫുൾ ബിസിനസ് മൈൻഡിലാട്ടോ. ഞാൻ സദ്ദു നമുക്കൊന്ന് കല്യാണം കഴിച്ചാലോ, ആക്ച്വലി ചോറിട്ട് വരാന്നൊക്കെ പറയുന്നത് കറക്റ്റാ, കല്യാണം കഴിച്ചാലോ. അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും അടിപൊളിയാണ്, ഭയങ്കര വൈബ്. അത് മനസ്സിലാക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ് നമുക്ക് അങ്ങോട്ട് കല്യാണം എന്നല്ല, നമുക്ക് അങ്ങോട്ട് സെറ്റ് ആയാലും എന്താ കുഴപ്പം. ഇവൻ ചിരിച്ചോണ്ട് എന്താ ഞാനപ്പോ പറഞ്ഞേ,
നീ എന്തായാലും നാളെ ഇത് പറ. അതെ, എനിക്കൊരു മറവിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. രാത്രിയാണല്ലോ ഇത് പറയണത്. മറവി നീ രാവിലെ ഇതൊന്ന് പറയാൻ അപ്പൊ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അടുത്തത് ഞാനൊരു 2-3 ഡേയ്സിൽ ഞാൻ വീണു. ഞാൻ എന്നെ ഞാൻ ഫോളില്ല എന്ന് പറയും പോലെ He's actually falling in love from that day. ഇങ്ങനെ completely fall. ആ പറച്ചിലോട് കൂടി അല്ല ആ ഫസ്റ്റില് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത്രയും ദിവസം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിൽ തന്നെ പോയിട്ടുണ്ടെങ്കിലും സത്യമാണല്ലോ അല്ലേ? അത്ര സ്മോൾ തീഫ് സദ്ദു കുഞ്ഞിലെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. നീ ഞാൻ നമ്മൾ അത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. കുഞ്ഞിലെ എന്നെ വിഷാവാൻ. പിന്നെ അതാ പൊന്നും കുഞ്ഞിലെ ഞാനും കുഞ്ഞിലെ രണ്ടുപേരും കുഞ്ഞിലെ വലുതല്ല. നീ എടുത്തെന്നെ പ്രായം പറയിപ്പിക്കാൻ പരിപാടിയല്ലേ? അല്ല ശാമ്പു, ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞിലേന്ന് ഉദ്ദേശിക്കുമ്പോ തിങ്കൾ പാലും കുഞ്ഞ് ഞാനും കുഞ്ഞ്. അങ്ങനെ പൊന്നു ഉദ്ദേശിച്ചത് ഒരു കടന്ന സത്തൂറുണ്ട്. എവിടെ വെച്ചപ്പോ കണ്ട ഈ ഡയലോഗ് കാണിച്ചാൽ മതി. ഞാനും കുഞ്ഞ് തിങ്കൾ പാലും കുഞ്ഞ്. ആ ടൈമിലെ മുതല് എനിക്ക് ക്രഷാണ്. അതെങ്ങനെ അറിയായിരുന്നു? ആ ടൈമിൽ എങ്ങനെ അറിയായിരുന്നു? മലയാളി ന്യൂസ്. ഓ അങ്ങനെ അന്നേരം കുഞ്ഞിലാണോ പോയത്? ഞാൻ കുഞ്ഞാപ്പ തിങ്കൾ പാലും ചെറുതായിട്ട് കുഞ്ഞാ 18 വയസ്സാ. പിന്നെ അപ്പൊ എത്ര അല്ല ആ ടൈമില് അപ്പല്ല ഞാൻ ആക്ച്വലി ഈ 2-3 ഡേയ്സ് കൊണ്ട് ഞാൻ ആളെ കൂടുതൽ ശ്രദ്ധിക്കാണ്. ഞാനും ആളുടെ അടുത്ത് ഡയലോഗിലാണ് വീണത്. ശരിയാണ്. ആള് വീണു. ഞാൻ കൂടുതൽ ചിന്തിച്ചു, ശരിയാണല്ലോ ഞാനാണെങ്കിൽ കുറെ ആയിട്ട് സിംഗിൾ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മിംഗിളിങ് വേണ്ട എന്നുള്ളൊരു തീരുമാനവും ഞാൻ എടുത്തിരുന്നു. മനസ്സിലുണ്ടായിരുന്നു. ചെക്കന്മാരാണല്ലോ വേഗം വീണു പോകും. അത് ഇങ്ങോട്ട് സുന്ദരിയായ തിങ്കളാഴ്ച വെക്കുമ്പോ ഞാൻ വീണു പോകില്ലേ. ഞാൻ ആക്ച്വലി 2-3 ഡേയ്സ് എടുത്തു ചിന്തിക്കാൻ. ഓക്കെ ആണല്ലോ, പിടിക്കാം. ഞാൻ വീണു. പിന്നെ ആള് വീണില്ല. പിന്നെ ഒരു 3-4 ആഴ്ച അതാ പറഞ്ഞ എന്നോട് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നിപ്പോ പറയാണേ കട മുട്ടിപ്പോയി. അത് ശരിക്കും പറഞ്ഞു. ഞാൻ വന്നേ പറഞ്ഞതാ നീ രാവിലെ ഇതൊന്നും കൂടി പറയണോന്ന്. സദ്ദു അതൊക്കെ ശരിയാണ്. ഇത് രാവിലെയാണോ? രാവിലത്തെ ടൈമിൽ നമ്മൾ സംസാരിക്കണം. ഓക്കെയാണ്, ഇതൊക്കെ എനിക്ക് സെറ്റാണ്. പിന്നെ ആളെന്നെ മൈൻഡ് ചെയ്യില്ല. ഒരാഴ്ച കിടന്നു, 2 ആഴ്ച കിടന്നു, ആളെന്നെ ഇറിറ്റേറ്റ് ചെയ്തൊക്കെ നോക്കണം. കാരണം ആള് പിന്നെ 2 വീക്സ് ചിന്തിക്കാണ്, ഇത് ശരിയായ തീരുമാനമാണോ? അതെനിക്ക് മനസ്സിലാവണില്ല. അതെനിക്ക് പിന്നെ മനസ്സിലാക്കി പിന്നെ അവള് പറഞ്ഞു തരുമ്പോഴേ എനിക്ക് മനസ്സിലാവണം. ഇറിറ്റേറ്റഡ് പോലെയാണ് ഫീൽ ചെയ്തത്. അതെ, ഞാൻ മുഖത്ത് നോക്കൂലേ. ഇതിലെ കൂടെ നടക്കും, അതിലെ കൂടെ നടക്കും, മിണ്ടാൻ നോക്കും, ഞാൻ നോക്കൂല തിരിച്ച്. See, from my perspective, first of all, he is amazing and he's a great friend. But ഞാൻ ഇത് മാരേജ് എന്ന കാര്യം പറയുമ്പോൾ പോലും in my whole life I have been waiting for this moment that okay, this person will say yes. So I dated many a times, but then every time I've never heard someone say yes back to me. Firstly, so it was more than a surprise. And it's a shock പോലെയാണ്. Okay, I'm ready to get married to him. I'm like, am I a joke to him? എന്നുള്ളൊരു കൈൻഡ് ഓഫ് തിങ്കിങ് വന്നു. ഇവൻ ചിന്തിക്കാതെയാണല്ലോ ഇത് പറഞ്ഞത്. സോ ഞാൻ അത്രയ്ക്കും ഈസി പേഴ്സൺ ആണോ? എനിക്ക് എന്നെ തന്നെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ധാരണകൾ വരാൻ തുടങ്ങി. ലൈക്ക് അത്രയ്ക്കും വേണ്ടാത്ത ആളെ മാറിയോ ഞാൻ? ഇതിപ്പം ആരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കണില്ലേ, ഞാൻ വേണ്ടാത്ത ആളായോ മറ്റേതായോ? എനിക്ക് ആ ചിന്ത എനിക്ക് മനസ്സിലായില്ലേ. ഇറ്റ് വാസ് ഓൾ ബിക്കോസ് ലൈഫിൽ നമ്മളായിട്ട് എക്സ്പെക്ടേഷൻസ് ഒരുപാട് വെക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ റോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഐ എം നോട്ട് സെയിങ് അബൌട്ട് പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് അസ് ഓൺലി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ഉള്ളിക്കിടക്കുന്ന എൻ്റെ സ്വന്തം ഞാൻ തന്നെയുള്ള തോട്ട് തമ്മിൽ ഭയങ്കര ഫൈറ്റ്. തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അത് തമ്മിൽ ഭയങ്കര ഫൈറ്റ്. ഒരു സൈഡ് പറയണു യെസ് ലെറ്റ്സ് ഗോ ആൻഡ് ദി അതർ സൈഡ് ഇസ് നോട്ട് റെഡി. സോ ഞാൻ ഇത് പറഞ്ഞെങ്കിലും എനിക്ക് തന്നെ ഒരു ഇതായാൻ തുടങ്ങി. ഷുവറിറ്റി ബിക്കോസ് ഇസ് നൈസ് പേഴ്സൺ. സോ ഇസ് ദിസ് good to get married? Are you sure you want to get married? Like അങ്ങനെയൊക്കെ എന്റെ ഉള്ളിലത്തെ തിങ്കിൾ തന്നെ പാവം ഞാൻ അവിടെ ഇറിറ്റേറ്റ് ആവാണ്. ഇവള് നോക്കണില്ല, മിണ്ടിയ ചീത്ത എന്ത് ചെയ്താലും മറ്റേ ഇറിറ്റേഷൻ ചെയ്ത്. അന്ന് വരെ ഇവന്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എല്ലാത്തിനും ദേഷ്യപ്പെട്ടു.